ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ പനാമക്കെതിരെയുള്ള മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് ബ്രസീൽ സ്വന്തമാക്കിയത്. ഈ മത്സരത്തിൽ ഗോളടിക്കാൻ ഡാനിലോ സാന്റോസ് എന്ന താരത്തിന് കഴിഞ്ഞിരുന്നു. അതായത് പക്കേറ്റയുടെ ഒരു മികച്ച പാസ് വരുന്നു, അത് നല്ല രൂപത്തിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് പ്രതിരോധത്തെ കബളിപ്പിച്ചുകൊണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് ഡാനിലോ അത് ഗോളാക്കി മാറ്റിയത്. ഏതായാലും വരുന്ന വേൾഡ് കപ്പിൽ ബ്രസീലിയൻ ആരാധകർക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്ന താരമാണ് ഡാനിലോ. മധ്യനിരയിലാണ് ഇദ്ദേഹം കളിക്കുന്നത്. പക്ഷേ മുന്നേറ്റത്തെ നല്ല രൂപത്തിൽ ഇദ്ദേഹം സഹായിക്കുന്നു, കൂടുതൽ ഗോൾ അടിക്കുന്നു, അസിസ്റ്റുകൾ നൽകുന്നു. അങ്ങനെ നിറഞ്ഞു കളിക്കാൻ കഴിയുന്ന ഒരു താരമാണ് ഡാനിലോ സാന്റോസ്. അതുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ ഇവിടെയുണ്ട്. അതായത് ഈ സീസണിൽ ആകെ 2100 മിനിറ്റാണ് താരം കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 15 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ ഈ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മധ്യനിര താരമാണ്, പക്ഷേ ഗോളുകളിൽ അദ്ദേഹം നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ബോട്ടഫോഗോക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സീസണിൽ 10 ഗോളുകളും 3 അസിസ്റ്റുകളും ബോട്ടഫോഗോക്ക് വേണ്ടി അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി 2 ഗോളുകൾ അദ്ദേഹം നേടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 15 ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടിയുള്ള പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കാം. 3 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. ഒരു മത്സരത്തിൽ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 2 ഗോളുകൾ അദ്ദേഹം നേടി, 5 ഷോട്ടുകൾ ഉതിർത്തു. അഥവാ 3 ഷോട്ടുകൾ ടാർഗറ്റിലേക്കായിരുന്നു. 2.5 ഷോട്ട്സ് പെർ ഗോൾ വരുന്നു. 4 കീ പാസുകൾ, 84% പാസ് അക്യുറസി, 6 ടാക്കിളുകൾ, 13 ഡുവലുകളിൽ 8 ഡുവലുകൾ വോൺ ചെയ്തു. സോഫാ സ്കോറിന്റെ ഒരു റേറ്റിംഗ് വരുന്നത് 7.70 ആണ്. മികച്ച പ്രകടനമാണ് ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടിയും ഡാനിലോ നടത്തിയിട്ടുള്ളത്. അതിനേക്കാൾ മികച്ച രൂപത്തിൽ ബോട്ടഫോഗോക്ക് വേണ്ടി അദ്ദേഹം കളിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും വേൾഡ് കപ്പിൽ ബ്രസീലിന് പ്രതീക്ഷ വെക്കാവുന്ന ഒരു താരമാണ് ഡാനിലോ. ഇദ്ദേഹത്തെ ഒരുപക്ഷെ കാർലോ ആഞ്ചലോട്ടി സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. മാത്രമല്ല വേൾഡ് കപ്പിന് ശേഷം വലിയ ഒരു തുകക്ക് യൂറോപ്പിലെ ഏതെങ്കിലും ഒരു വലിയ ക്ലബ്ബൊക്കെ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.